ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനിതയാണേ. വായോ നമുക്ക് എൻ്റെ കൂടെ ഒന്ന് ചോറും കറിയും വെക്കാൻ കൂടാ. ഞാനിന്ന് ഒരു കായ തോരൻ വെക്കാനും ഒരു മീൻകറി ഒരു പച്ചമോരും ഒക്കെയാണ് ഉണ്ടാക്കണേ. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ നമ്മൾ അരിഞ്ഞ് വേഗം എല്ലാം റെഡിയാക്കി വെച്ചാൽ പിന്നെ പാചകത്തിന് അടുപ്പത്തേക്ക് നിന്നാൽ മതി. അപ്പോൾ ആദ്യം അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. കായ്ക്കുള്ള നാളികേരം കേട്ടോ, ഒരു അരമുറി നാളികേരം കേട്ടോ. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളു സാദാ ജീരകം കേട്ടോ, പെരുംജീരകമൊന്നുമല്ല, സാദാ ജീരകം. കുറച്ച് മഞ്ഞൾപ്പൊടി അരപ്പിനുള്ളത് ഇട്ട് കൊടുക്കുക. ഞാനൊരു 2-3 വെളുത്തുള്ളിയും ചെറിയുള്ളി ഇതിലേക്ക് ഇടുന്നുണ്ട്. ചെറിയുള്ളി പറഞ്ഞാൽ ചുമന്ന ചെറിയുള്ളി കേട്ടോ. വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചെടുക്കുക. 2 ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കേട്ടോ, അതിട്ടിട്ട് ഇതൊന്ന് ഒതുക്കി എടുക്കുക കേട്ടോ. തോരൻ വയ്ക്കാനുള്ളത് ഞാൻ ഒതുക്കി കൊണ്ടുവരാം. പച്ചമുളക് അടിക്കുക കേട്ടോ. മിക്സിയിലേക്ക് ഞാൻ കവറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. മിക്സിയിലൊന്ന് ജസ്റ്റ് കറക്കി എടുക്കാനാണ് ഞാൻ. പിന്നെ ഒരു ഇത്രയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കട്ടെ, ചെറുത് കുറച്ച് ഇഞ്ചി അരച്ചത് കേട്ടോ. കറിവേപ്പില, പച്ചമുളക് ഇവിടെ ചതച്ച് വെച്ചിരിക്കുകയാണേ, അതും കൂടെ കേട്ടോ. വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് മീനിനുള്ളതാണ് കേട്ടോ. ഞാനൊരു പാത്രത്തിൽ തന്നെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചതെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഞാൻ ഇടൂല കേട്ടോ. ഞാൻ പച്ചമുളകിന് ചെറിയുള്ളി ഇടില്ല. ഇടുകയൊക്കെ ചെയ്യാൻ ഇടുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കത് ഇട്ട് കഴിയുമ്പോൾ ഒരു കനച്ച ടേസ്റ്റ് തോന്നും, അപ്പോൾ ഇടാറില്ല. ഇത് കണ്ടോ, ഇതിലേക്ക് ഞാൻ ഈ അടിച്ചു കൊണ്ടുവന്ന മോര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അവിടെ വെക്കുക. നമുക്കിനി കഴിക്കുമ്പോൾ എടുക്കാം. അപ്പം മോര് നമുക്ക് റെഡിയായി. നമ്മൾ കുക്കറിൽ ചോറ് വെച്ചതാണ് കേട്ടോ. അത് തിളപ്പിച്ചിട്ടൊന്ന് വാർക്കണം, അതിന് വെച്ചതാണ്. അത് ഞാൻ ഈ അടുപ്പത്തേക്കൊന്ന് മാറ്റി വെക്കട്ടെ. എന്നിട്ട് നമ്മൾ തോര റെഡിയാക്കാം. ഇത് ചീനിച്ചട്ടി വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. 2 ഉണക്കമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തു. വറ്റൽമുളകൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കടുക് വറക്കുമ്പോൾ അതൊക്കെ ഇടുകയാണ് എൻ്റെ ഒരു രസത്തിന്. എന്നിട്ട് ഈ അരപ്പ് അതിലേക്ക് ഇട്ടിട്ടാണ്ട് മൂപ്പിക്കുക കേട്ടോ. അത് കായും അതിലേക്ക് ഇട്ട് കൊടുക്കുക, ഉപ്പിടുക, അടച്ച് വയ്ക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ കായ ഞാൻ 3-4 പ്രാവശ്യം കഴുകിയിട്ട് വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമ്മൾ അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് വാരി, നേരത്തെ വാരി വെച്ചാലും കുഴപ്പമില്ല, ഞാനിങ്ങനെ കൊണ്ട് വാരിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏത്തക്ക ആയതുകൊണ്ടേ നമുക്ക് വെള്ളം വേണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഈ മിക്സിയുടെ ജാറ് ഞാൻ കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത്തക്ക ആയതുകൊണ്ടേ ഞാൻ പറഞ്ഞല്ലോ, വെള്ളം അത് നമുക്ക് കൂടി പോകുന്നില്ല. ഇപ്പോൾ കായ അടുപ്പത്ത് വെന്തോട്ടെ കേട്ടോ. ആ നേരത്തെ നമുക്ക് ഇവിടെ ഇപ്പുറത്ത് മീൻ റെഡിയാക്കാം. ഞാൻ ഈ അടുപ്പത്ത് 1 ലിറ്റർ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൂടെ പാലട മിക്സിൻ്റെ ഒരു പാക്കറ്റ് ഇട്ടിരിക്കുന്നുണ്ട്, അതാണ്ട് ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ചു. കുറേ ദിവസമായി കൈ പിടിച്ചിരിക്കുന്നത്. വെറുതെ പാലാണ്ട് കാച്ചിട്ട് അതിലിട്ട് 5 മിനിറ്റ് തിളപ്പിച്ചാൽ പായസം റെഡി. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കണം വിചാരിക്കും, മടിക്കും. അപ്പോൾ ഇപ്പോൾ അത് ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിന് പാലിവിടെ വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് തോരൻ, ഒരടുപ്പത്ത് മീൻ. മോരിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയത് കണ്ടല്ലോ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ കേട്ടോ. അത്ര തന്നെ കടുകും.
ഇന്നലെ ഏട്ടൊക്കെ കഷ്ണിച്ചൊക്കെ കൊണ്ടുവന്നത് കഴുകി വെച്ചിരിക്കുക. ഞങ്ങളിവിടെ മീനിൻ്റെ തോല് കളഞ്ഞിട്ടാട്ടോ കഷ്ണം മീനൊക്കെ വാങ്ങുക. ചില ആളുകളൊക്കെ തോലോടെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങളങ്ങനെ വെക്കാറില്ല. മീൻ പൊളിച്ച് തരാൻ കടക്കാർക്ക് മടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുഴുവനെ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ ക്ലീൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മളത് ശീലമായി. അപ്പോൾ അവരത് പൊളിച്ചത് തരിക, തോല് കളഞ്ഞിട്ടാണ് വെക്കുന്നത് കേട്ടോ. ഒരു ചെറിയ സവാള അരിഞ്ഞതാണേ, അതും ഒരു കറിവേപ്പില തണ്ടും കൂടെ. അതിലേക്ക് നമ്മൾ പച്ചമുളക് കേട്ടോ, ഒരു 6 ഉണ്ട്. ചെറിയ ഉള്ളി ഒരു 5-8 ചതച്ചത്, വെളുത്തുള്ളി ഒക്കെ കൂടെ കിടന്നങ്ങ് മൂത്തോട്ടെ. ഇഞ്ചി കേട്ടോ, എല്ലാം ചതച്ചതാണേ. പച്ചമുളക് മാത്രം ചതച്ചതല്ല കേട്ടോ, കീറിയതാണ്. ചതച്ചിടുന്നവരുണ്ട്, ഞാൻ പിന്നെ കീറിയ ഇടുന്നത്. എനിക്കതിൻ്റെ ചതച്ച ഒരു ടേസ്റ്റ് മീൻ കറിക്ക് വരുമ്പോൾ ഒരു ഇഷ്ടമല്ല. മത്തിയൊക്കെ വെക്കുമ്പോൾ ചതച്ച് കൈകൊണ്ട് തിരുമ്മിയൊക്കെ ഒരു കൂട്ടാനൊക്കെ കൂട്ടാറുണ്ട്. നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിനതൊരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും ആ വീഡിയോ. അത് കുറേ മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഇത് കണ്ടോ, അത് കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ളതൊരു അവരവരെ മീനിൻ്റെ കണക്കനുസരിച്ച് എടുക്കണം. ഇത് ഞാൻ 2 സ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, സാധാ മുളക് പൊടി. ഇവിടെ കുറച്ച് എരിവ് വേണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ. ഇത് ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഈ മൂത്ത വന്ന മുളകിലേക്ക് ഞാൻ 2 ചെറിയ തക്കാളി അരച്ചതാട്ടോ. അത് അരച്ചവിടെ വെച്ചതായിരുന്നു. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അധികം പഴുത്തതല്ലാഞ്ഞിട്ട് അതിനൊരു കളറ് കമ്മി. അപ്പം ഇതൊന്ന് മൂക്കട്ടെ. ഇത് മൂത്തിട്ട് വേണം നമുക്ക് ഈ കുടംപുളി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. തക്കാളിയുടെതൊക്കെ ഒഴിച്ചു, അത് നല്ലോണം മൂത്ത് കണ്ടു, നല്ല ആവി വരുന്നു. ഇപ്പം നമ്മളിനി കുടംപുളി വെള്ളത്തിലിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഉപ്പ് ഇടുക, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക, മീൻ പെറുക്കി ഇടുക തിളച്ചിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അത്രയും ചാറാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടച്ച് വയ്ക്കുക. അതൊന്ന് അടച്ച് തിളക്കട്ടെ. നമ്മുടെ തോരനൊന്ന് കാണിച്ചേ. കണ്ടോ, തോരനിങ്ങനെ നമ്മൾ കുറച്ച് കുഴഞ്ഞിരിക്കണുണ്ടോ. അപ്പോൾ എല്ലാവരും എന്താ തോരൻ ഉലർന്ന് കിടക്കാത്തതെന്ന് വിചാരിക്കേണ്ട. ഇത് നമ്മൾ ഒതുക്കി അരപ്പിടുമ്പോൾ നമ്മളിങ്ങനെ ഒരു അവിയൽ പരുവം പോലെയാണ് കേട്ടോ എടുക്കുക. നല്ല കുഴഞ്ഞിട്ടായിരിക്കണേ. കണ്ടോ, അവിയൽ ഇത്രയും കുഴയില്ല അല്ലേ. അപ്പോൾ ഇതിന് വെന്ത മതിയായവർക്കൊക്കെ ഈ സമയത്ത് ഓഫ് ചെയ്യാം. ഞാനൊന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇല്ലെങ്കിലൊന്ന് ചേർത്ത് ഇളക്കി ഇപ്പോൾ ഓഫ് ചെയ്യും കേട്ടോ. നോക്കട്ടെ ഒന്ന്. ഇത് വെന്തു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. സാധനം വെന്തുണ്ട്, അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇനി ഈ അടുപ്പത്തേക്ക് ഞാൻ ആ പാലൊന്ന് ഇറക്കട്ടെ. ഈ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ പോവാ പാല്. ഇതൊരു 5 മിനിറ്റ് തിളച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്ക് സാധനം റെഡി. കറി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കഷ്ണങ്ങൾ പെറുക്കി ഇട്ട് കൊടുക്കുകയാണേ. തീ സിമ്മിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഞണ്ട് നമ്മൾ കറി വെച്ചപ്പോൾ ഇട്ട പോലെ ഒന്നോടെ കുടഞ്ഞിടരുത്. മീൻ കഴുകി വെച്ച പാത്രത്തിൽ മീനിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും മീൻ കഴുകി വെക്കുന്നതിനകത്ത്. ആ വെള്ളം ഉളുമ്പ് വെള്ളമാണ്, അത് നമ്മുടെ കറിയിൽ ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചൊവ വരും. ഞണ്ടിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്ത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഇതവിടെ ഇരുന്ന് ആവട്ടെ കേട്ടോ. മീൻകറി പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കറിവേപ്പില റൂഫ് ചെയ്യാൻ പോവുകയാണേ. എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞ് നല്ല പാകമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തോരനുമായി മോരുമായി മീൻകറി ആയിട്ടുണ്ട് കേട്ടോ. പായസം കണ്ടോ അവിടെ റെഡി ആയിരിക്കുക. എന്താണോ അപ്പോൾ അതുകൊണ്ട് പാല് കൂടിയിട്ടാണോ എന്താണോ അതുകൊണ്ട് ശരിക്കും കുറുകി വന്നിട്ടില്ല. സാധനം വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടമാനം കുറുക്കി ഞങ്ങൾക്ക് കുടിക്കാണ്ടാവില്ല. ഞങ്ങൾക്ക് 5 ഗ്ലാസ് വേണ്ടേ.
അപ്പോൾ ഞാൻ എന്നും പറഞ്ഞോട് പറയുകയാണ്, വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം ഉണ്ടാവുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.